നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അക്കാഡമിയ സയൻസ് ട്യൂട്ടറിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവുന്നതിന് വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെക്ക് ചെയ്യുകയാണ്. ആ എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജൂൾസ് ലോയിലുള്ള ഹീറ്റ് റിലീസ്ഡ്, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് ആൻഡ് ദി കറന്റ് ത്രൂ ദി കണ്ടക്ടർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, ടൈം ഒക്കെ തമ്മിലുള്ള ഡിപ്പെൻഡൻസ് എന്താണെന്നുള്ളത് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് ന്യൂമറിക്കൽ എക്സാമ്പിൾസ് കൂടി ചെയ്യും. അതോടുകൂടി ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് നല്ല വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് രണ്ട് ബീക്കേഴ്സ് ഉണ്ട്, ബീക്കേഴ്സ് എ ആൻഡ് ബി. അതിൽ രണ്ട് ബീക്കറിൻ്റെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 ml കപ്പാസിറ്റി ഉള്ള രണ്ട് ബീക്കേഴ്സ് എ ആൻഡ് ബി എടുത്തിരിക്കുകയാണ്. രണ്ട് ബീക്കേഴ്സിലും നമ്മൾ 100 ml വീതം വാട്ടർ ആണ് ഫിൽ ചെയ്തിരിക്കുന്നത്. 100 ml വാട്ടർ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇൻ ഈച്ച് ബീക്കർ 100 ml ഓഫ് വാട്ടർ ഇസ് ഫിൽഡ്. ഇനി ബാക്കിയുള്ള സർക്യൂട്ട് കൺസിഡർ ചെയ്ത് നോക്കുക. ഇവിടെ ബീക്കർ എയിലുള്ള പി ക്യു എന്ന് പറയുന്നത് നിക്രോം വയർ ആണ്. പി ക്യു ഇസ് നിക്രോം വയർ ആൻഡ് ഇൻ ബീക്കർ ബി വി ഹാവ് ആർ എസ് വിച്ച് ഇസ് കോപ്പർ വയർ. സോ പി ക്യു ഇസ് നിക്രോം വയർ and RS is copper wire. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുത്തിരിക്കുന്ന നിക്രോം വയറിനും കോപ്പർ വയറിനും സെയിം ലെങ്ത് ആൻഡ് സെയിം ഡയമീറ്റർ ആയിരിക്കണം. സെയിം ലെങ്ത് ആൻഡ് സെയിം ഡയമീറ്റർ. ബോത്ത് ദി നിക്രോം ആൻഡ് കോപ്പർ വയർ ഹാസ് same length and diameter. ഇനി അതിനോടുകൂടി സർക്യൂട്ട് കംപ്ലീറ്റ് ആവാൻ വേണ്ടി നമുക്ക് സപ്ലൈ, ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6 volt ബാറ്ററി ഉണ്ട്. We have a key here to switch on and off the circuit. Then we have a rheostat or variable resistance and an ammeter to measure the current in the circuit. അപ്പോൾ ഇത്രയും അടങ്ങുന്നതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇനി എന്ത് ചെയ്യണം? സ്വിച്ച് ഓൺ ദി സർക്യൂട്ട്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ എന്തായി? സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി രണ്ട് ബീക്കറിലെയും ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ബീക്കറിലെയും ടെമ്പറേച്ചർ ഇനിഷ്യലി എത്രയാണെന്നൊന്നും മെഷർ ചെയ്ത് വെക്കണം യൂസിങ് എ തെർമോമീറ്റർ. ടെമ്പറേച്ചർ മെഷർ ചെയ്ത് വെക്കണം രണ്ട് ബീക്കറിലും, ഇൻ ബീക്കർ എ ആൻഡ് ബി. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് പാസ് ചെയ്യും ത്രൂ ദിസ് എൻറ്റയർ സർക്യൂട്ട്. ഇനി സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ഈ രണ്ട് ബീക്കറിലുമുള്ള ടെമ്പറേച്ചർ ഒരിക്കൽ കൂടി മെഷർ ചെയ്ത് നോക്കുക യൂസിങ് എ തെർമോമീറ്റർ. രണ്ട് ബീക്കറിലുമുള്ള ബീക്കർ എ ആൻഡ് ബിയിലുള്ള ടെമ്പറേച്ചർ ഒരിക്കൽ കൂടി മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് വേരിയേഷൻ ആണ് കാണാൻ കഴിയുക? ടെമ്പറേച്ചർ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? എന്താണ് കാണാൻ സാധിക്കുന്നത്? നിക്രോം വയർ ഇരിക്കുന്ന ബീക്കറിലെ വാട്ടർ ഇസ് ഗെറ്റിംഗ് ഹീറ്റഡ് മോർ. ആ ബീക്കറിലുള്ള ബീക്കർ എയിലുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ ഇസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി വാട്ടർ ഇൻ ബീക്കർ ബി. വൈ ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? എന്തുകൊണ്ടാണ് ബീക്കർ എയിലുള്ള വാട്ടറിന് ടെമ്പറേച്ചർ കൂടാൻ കാരണം? അവിടെയാണ് നമ്മുടെ ജൂൾസ് ലോയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിക്രോം വയർ ഹാസ് ഗോട്ട് ഹയർ റെസിസ്റ്റൻസ് ദാൻ ദാറ്റ് ഓഫ് ദി കോപ്പർ വയർ.
നിക്രോം വയറിന് കോപ്പർ വയറിനേക്കാളും റെസിസ്റ്റൻസ് എന്താണ് കൂടുതലാണ്. സോ വാട്ട് ഇസ് ദി കണക്ഷൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ദ amount of heat released? The amount of heat released is directly proportional to the resistance of the conductor. നമ്മളത് കണ്ടു കഴിഞ്ഞു. എന്തായിരുന്നു? H is equal to I square RT ആണ് നമ്മുടെ ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിന്റെ ഇക്വേഷൻ അല്ലേ. അതിൽ നമ്മൾ കറണ്ട് ചേഞ്ച് ചെയ്തിട്ടില്ല, കറണ്ട് ഫിക്സഡ് ആക്കി വെച്ചു. രണ്ട് കണ്ടക്ടറിൽ കൂടിയും പാസ് ചെയ്യിച്ച കറണ്ടിന്റെ ടൈമും സെയിം ആണ്. എന്ത് മാത്രമാണ് വേരിയേഷൻ ഉള്ളത്? റെസിസ്റ്റൻസ് മാത്രമാണ് ഇവിടെ വേരിയേഷൻ ഉള്ളത്. സോ നിക്രോം വയറിന് റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിക്രോം വയർ കൂടുതൽ ഹീറ്റ് റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് ബീക്കർ എയിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ ഹയർ വാല്യൂ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി റെസിസ്റ്റൻസും ഹീറ്റ് റിലീസും തമ്മിലുള്ള ഡിപ്പെൻഡൻസി മനസ്സിലായി അല്ലേ. ആ വേരിയേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേ സർക്യൂട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, റിയോസ്റ്റാറ്റ് വേരി ചെയ്തിട്ട് റെസിസ്റ്റൻസ് വേരിയബിൾ റെസിസ്റ്റൻസ് ആണിത്. അപ്പോൾ റിയോസ്റ്റാറ്റ് നീക്കിയിട്ട് കറണ്ട് വേരി ചെയ്യിക്കുക, കറണ്ട് ഇൻക്രീസ് ചെയ്യിക്കുക. സർക്യൂട്ടിലെ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കറണ്ട് പാസ് ചെയ്യിക്കുക ബൈ അഡ്ജസ്റ്റിംഗ് ദി റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റ് എന്തിനാണ്? വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത് സർക്യൂട്ടിൽ. അപ്പോൾ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, റെസിസ്റ്റൻസ് വേരി ചെയ്യിപ്പിച്ചിട്ട് ആ സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് എന്ത് ചെയ്യിക്കുക, ഇൻക്രീസ് ചെയ്യിക്കുക. അപ്പോൾ എന്ത് കാണാൻ കഴിയും? ഓഫ് കോഴ്സ് വി ക്യാൻ സീ ദാറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. H is directly proportional to square of the current. അപ്പോൾ കറണ്ട് എത്ര ഇൻക്രീസ് ചെയ്യിക്കുന്നു അത്രയും amount of heat released will be increased അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ബീക്കറിലെയും ടെമ്പറേച്ചർ കൂടിയതായിട്ടാണ് നമുക്ക് കാണുക. സോ അവിടെ കറണ്ടും ഹീറ്റ് റിലീസ് ചെയ്യുന്ന അമൗണ്ടും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് വേരി ചെയ്യിക്കുന്നില്ല, സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് വേരി ചെയ്യിക്കുന്നില്ല, ഫിക്സഡ് ആക്കി തന്നെ വെക്കുക. റെസിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം, നിക്രോമിന് ഹയർ ദാൻ ദാറ്റ് ഓഫ് കോപ്പർ വയർ. ഇനി എന്ത് ചെയ്യിക്കാം? രണ്ട് കണ്ടക്ടറിൽ കൂടിയും പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈം കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യിക്കുക. കൂടുതൽ ടൈം ഈ സർക്യൂട്ട് സ്വിച്ച് ഓൺ ആയിട്ട് ഇരുന്ന് കഴിയുമ്പോൾ എന്ത് വേരിയേഷനാണ് ടെമ്പറേച്ചറിൽ ഉണ്ടാവുക? ദാറ്റ് ഓൾസോ വി ഹാവ് സീൻ ഓൾറെഡി. H is directly proportional to the time. സോ ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് തെർമോമീറ്ററിൽ റീഡിങ് കാണാൻ കഴിയുമെന്ത്, ടെമ്പറേച്ചർ കൂടി 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 വരുന്നത് കാണാം. രണ്ട് ബീക്കറിലും ടെമ്പറേച്ചർ കൂടി വരുന്നത് കാണാൻ പറ്റും. സോ അപ്പോൾ ഈ മൂന്ന് വേരിയബിൾസ് തമ്മിലുമുള്ള റിലേഷൻ, അതായത് കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം, ഇത് മൂന്നും വേരി ചെയ്യുമ്പോൾ എന്ത് വേരിയേഷനാണ് ഹീറ്റ് റിലീസ് ചെയ്യുന്നതിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ജൂൾസ് ലോയുടെ എക്സ്പെരിമെൻ്റൽ എക്സ്പ്ലനേഷനും കൂടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. Here is the first question. How much will be the heat developed if 0.2 ampere current flows through a conductor of resistance 200 ohm for 5 minutes? എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ഒരു കണ്ടക്ടറിൽ കൂടി 0.2 ആംപിയർ കറന്റ് ഫ്ലോ ചെയ്യിക്കുമ്പോൾ ഫോർ 5 minutes എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് ആവും? അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, എന്താണ്? 200 ഓം. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അതിൽ തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തെഴുതുക. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കറന്റ് I is equal to 0.2 ആംപിയർ. Then next എന്താണ് തന്നിരിക്കുന്നത്? റെസിസ്റ്റൻസ് R is equal to 200 ohm. Then we have the time taken, T is equal to 5 minutes.
എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ SI യൂണിറ്റിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മിനിറ്റ് എന്നുള്ളതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ വി ഹാവ് 5 × 60 സെക്കൻഡ്സ് ആണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. സോ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5 × 60 ദാറ്റ് മച്ച് സെക്കൻഡ്സ്, ദാറ്റ് ഈസ് 300 seconds. Now, എങ്ങനെയാണ് ഹീറ്റ് റിലീസ്ഡ് കണ്ടുപിടിക്കുക? ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് അല്ലേ? H is equal to I² RT. So, substitute for the values of I, R and T. I is 0.2 ampere, so it's square into resistance 200 ohm into 300 seconds. So we get 0.2 square 0.04 into 6 into 10 power 4. That is 2400 Joule. 2400 joules. This much amount of heat is released in this case. Next question. Find the heat developed in 3 minutes by a device of resistance 920 ohm working under 230 volt. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ഡിവൈസിൽ കൂടി ഡെവലപ്പ് ചെയ്ത ഹീറ്റ് നമുക്ക് മെഷർ ചെയ്യണം. എന്തൊക്കെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്? 3 മിനിറ്റ് ടൈമിൽ എത്ര ഹീറ്റ് റിലീസ് ചെയ്തു എന്നാണ് കാണേണ്ടത്. അതേപോലെ ആ ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് 920 ഓം. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 230 വോൾട്ട്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്കൊന്ന് എടുത്തെഴുതാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? റെസിസ്റ്റൻസ് R is equal to 920 ohm. Then we have potential difference V is equal to 230 volt. Next, the time T is equal to 3 minutes, which is equal to 3 into 60. That much second, that is 180 second. ഇനി ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്നും നമുക്ക് ഹീറ്റ് ഡെവലപ്ഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. സോ നമുക്ക് ജൂൾസ് ലോയിൻ്റെ ഏതൊക്കെ വേരിയബിൾസ് ആണ് തന്നിരിക്കുന്നത്? വി, ടി ആൻഡ് ആർ. സോ ഈ വേരിയബിൾസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. H is equal to V square T by R. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 230 square into T, that is 180 second by 920. So we get this as 350 joule. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, വാല്യൂസ് കിട്ടുന്നില്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ന്യൂമറിക്കൽ പ്രോബ്ലംസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് അതിനുവേണ്ടി തന്നെ ഞാനൊരു സെക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെക്ക് ചെയ്യാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.